ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഏറ്റവും സിമ്പിളായിട്ട് ക്യാരറ്റും റവയും വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ക്യാരറ്റ് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തതും ഒരു 2 ഏലയ്ക്കും 1/2 കപ്പിനടുത്ത് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് അരച്ചെടുക്കാനായിട്ട് ഒരു 1/2 കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പാലിലാണ് നമ്മളിതിപ്പോൾ ഇവിടെ അരച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് അരച്ചെടുത്ത് വരാം. ഇനി ഇതാ അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു മിക്സ് വേറൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു തിക്കായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ബാറ്റർ ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മണമൊന്നും ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി നമ്മൾ റവയും ക്യാരറ്റൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ബ്ലെൻഡറിലേക്ക് ഇത് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി എല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഓയിൽ ചെറുതായിട്ട് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവട്ടെ ഇതിൽ മിക്സായി കിട്ടാനായിട്ട്. അപ്പോൾ കുറച്ച് ടൈം ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ മിക്സായിട്ട് കിട്ടും. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഇതിപ്പോൾ അവിടെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിലേക്ക് റവ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ അതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടുണ്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇതേ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുതൽ ഒരു 3/4 ടീസ്പൂൺ വരെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തതായിട്ട് ഞാനിതാ ഇവിടെ ഇതുപോലെ ഒരു കേക്ക് പോട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിന്നായിട്ടാണ് കേട്ടോ ഈ ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുകളിലേക്ക് എല്ലാ ഭാഗത്തേക്കുമായിട്ട് നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിതിന് മുകളിലേക്ക് കുറച്ച് നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാഷ്യൂ നട്ട്സ് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റാണ് ഞാനിപ്പോൾ അവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നല്ല രീതിയിൽ ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടിയിൽ കരിഞ്ഞു പോകുന്ന ടെൻഷനുള്ളവർക്ക് പഴയൊരു പാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടിയിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതാ ഞാനിതിപ്പോൾ അവിടെ പാനിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയും ബീറ്ററും ഒന്നുമില്ലാതെ മിക്സി ജാറിലെല്ലാം കൂടെ കറക്കിയെടുത്ത് വളരെ പെട്ടെന്ന് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ അതാ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ക്യാരറ്റ് കേക്ക്. അപ്പോൾ ക്യാരറ്റും റവയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഓൾ എന്നുള്ള ഒരു ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.